ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ടാണ് ജയിലിലായിരുന്ന പ്രതികൾക്കൊന്നും ജാമ്യം കിട്ടാതിരുന്നത്. ഇത്രയും പ്രമാദമായൊരു കേസ്, ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമാണ് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത്. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാതിരുന്നത് ആഭ്യന്തര വകുപ്പാണ്. അതോടൊപ്പം തന്നെ സ്വർണത്തിനെ സംബന്ധിച്ചുള്ള കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കിട്ടാത്തതും പിന്നിൽ ഗവൺമെൻറ്റാണ്. അപ്പം ഗവൺമെൻറ് മനഃപൂർവ്വമായി മുൻ മന്ത്രിമാരെയും മറ്റ് ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാരെയും ഒക്കെ ഇപ്പോൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലും കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകും. ഇനിയും CPM-ന്റെ പല നേതാക്കന്മാരും ജയിലിൽ പോകേണ്ട ക്യൂ നിൽക്കുകയാണ്. അവർ ജയിലിൽ പോകുമെന്നുള്ള പേടി കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസംഗം, പത്തനംതിട്ടയിലെ പ്രസംഗം കേട്ടാൽ തന്നെ നമുക്കറിയാം യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ ആരാണ് ശ്രമിക്കുന്നതെന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നേ മതിയാകൂ. കൂടുതൽ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേ മതിയാകൂ. ദേവസ്വം വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വാസവന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല. ഇത് വളരെ ബോധപൂർവമായി കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ അന്വേഷണത്തെ മരവിപ്പിക്കാനും ആ കേസ് ദയിച്ചു മായ്ച്ചു കളയാനും ഉന്നതങ്ങളിൽ ഗൂഢാലോചന നടക്കുകയാണ്. മുഖ്യമന്ത്രി അതിനെല്ലാം പച്ചക്കൊടി കാണിക്കുകയാണ്. അതാണ് ഇന്നലെ മുഖ്യമന്ത്രി ഇതേ പ്രതികളെ സംരക്ഷിക്കുന്ന നിലയിൽ സംസാരിച്ചത്. ഞങ്ങൾക്കൊരു കാര്യം വ്യക്തമാക്കാനുണ്ട്. ഈ UDF ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തും. കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഈ സംഭവത്തിൽ യഥാർത്ഥ പ്രതികൾ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നത് വരെ UDF പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. ശക്തമായി തന്നെ ഞങ്ങൾ ഈ വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് കാരണം. അഡ്മിനിസ്ട്രേറ്റീവ് പവറില്ലാത്ത തന്ത്രി അകത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള മുൻ മന്ത്രിമാരും മന്ത്രിയും ഒക്കെ ഇന്ന് വളരെ സുഖമായി നാട്ടിലൂടെ നടക്കുകയാണ്. യഥാർത്ഥ കള്ളന്മാരൊക്കെ സുഖമായിട്ട് നടക്കുന്നു. കുറേ കള്ളന്മാർ ജയിലിലുണ്ട്. അപ്പോൾ ഇനി യഥാർത്ഥത്തിലുള്ള അമ്പലക്കള്ളന്മാർ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് മുഖ്യമന്ത്രി ഇതിനു വേണ്ടി കവചം തീർക്കുന്നത്. അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. മുഴുവൻ അമ്പലക്കള്ളന്മാർ, അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ്. അത് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അവർക്ക് കവചം തീർത്തുകൊണ്ടിരിക്കുന്നത്. എന്താ കോൺഗ്രസ് ഭരണകാലത്ത് എന്താ അദ്ദേഹത്തിന് വല്ല നിയമനം കൊടുത്തോ? അവിടെ മുഖ്യമന്ത്രി എന്ത് കാര്യം, എന്ത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് പറയുന്നത്? KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഇദ്ദേഹത്തിന് വല്ല അവിടെ നിയമനം കൊടുത്തോ? അവിടെ അനാവശ്യമായ അടിസ്ഥാനരഹിതമായ കാര്യമാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തരം ആളുകളെ കബളിപ്പിക്കാൻ 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് അവരുടെ പേരിൽ ഒരു നടപടിയെടുക്കാനുള്ള ധൈര്യം കാണിക്കാത്ത നട്ടല് ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ പറയുന്നത്. എന്താണ് ഇവരുടെ പേരിൽ നടപടിയെടുക്കാത്തത്? നടപടിയെടുത്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും, കൂടുതൽ വെട്ടിപ്പിൻ്റെ കഥകൾ പുറത്തു വരും, കൂടുതൽ കാര്യങ്ങൾ അവർ വിളിച്ചു പറയും എന്നുള്ള ഭയമല്ലേ മുഖ്യമന്ത്രി? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.